ഇപ്പോൾ സതീശനാവട്ടെ, ചെന്നിത്തലയാവട്ടെ, മറ്റ് നേതാക്കന്മാരൊക്കെ, ഈവൻ KC ജോസഫ്, തിരുവഞ്ചൂരാണ്, ഇവർ എത്രയോ കൊല്ലമായിട്ട് ഇവിടെ രാഷ്ട്രീയം കളിച്ച് നടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവരെ ഒന്നും വച്ചിട്ട് ഇനിയുള്ള കാലത്ത് കോൺഗ്രസ് ജയിക്കില്ല എന്ന തോന്നൽ കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ വേറൊരു നേതാവ് വേണം. അവിടെയാണ് തരൂരിനെ ഇവർ ഇറക്കുന്നത്. തരൂരിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ തരൂർ രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് തന്നെ പുള്ളിയുടേതായ രീതിയിലാണ് പോകുന്നത്. രണ്ടാമത് ഇയാളൊരു വലിയ പണ്ഡിതനാണ്, എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്. മറ്റ് തരത്തിൽ ഒരു കോൺഗ്രസ്സുകാരന് സങ്കല്പിക്കാൻ പറ്റാത്തത്രയും വേറൊരു സ്റ്റേച്ചറുള്ള ആളാണ്. അത് ഈ ഇടത്തരക്കാരുടെ ഇടയിൽ, വിദ്യാസമ്പന്നരായ ആളുകളുടെ ഇടയിൽ, പട്ടണങ്ങളിൽ താമസിക്കുന്നവർ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും പട്ടണങ്ങൾ അല്ലെങ്കിൽ നഗരപ്രാന്തങ്ങളിൽ താമസിക്കുന്നവരാണ്. അവരുടെ ഇടയിൽ ഇത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്യും. സെക്കൻഡിസ്റ്റ് പിണറായി വിജയൻ വളരെ ക്രൂഡായിട്ടുള്ള ഒരു നേതാവാണ്. മനസ്സിലായി? അപ്പോൾ ആളുകൾ കുറേ കൂടി ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള, UN വലിയ ഉദ്യോഗം ഭരിച്ചിട്ടുള്ള, വലിയ ബിരുദം നേടിയിട്ടുള്ള, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന, ഇംഗ്ലീഷും മലയാളം, അപ്പോൾ അങ്ങനെ പിന്നെ വളരെ സുന്ദരമാണല്ലോ. ഈ ജനസംഖ്യയുടെ 50% വരുന്ന വിഭാഗത്തിൻ്റെ വോട്ട് പുള്ളിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. എല്ലാ തെരഞ്ഞെടുപ്പിലും പുള്ളിയെ ജയിപ്പിക്കുന്ന ഒരു ഘടകം ഇതാണ്. ഇത് ഇങ്ങനെ ഒരു സാധനം വരികയാണെങ്കിൽ അത് വലിയൊരു സ്വീകാര്യത കിട്ടും. ഇപ്പോൾ കേരളത്തിൽ മറ്റേ AICC ഇലക്ഷനിൽ തന്നെ ഇയാൾ 1000-ൽ പരം വോട്ടുകൾ പിടിച്ചു. അതിൽ തന്നെ 162 വോട്ടും മറ്റും കേരളത്തിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞു. നമുക്ക് അൺഒഫീഷ്യലായിട്ട് കിട്ടുന്ന അറിവാണ്. അപ്പോൾ തരൂർ വരികയാണെങ്കിൽ അതൊരു മാറ്റം ഉണ്ടാകും എന്ന് ഇവിടെയുള്ള ചില ആളുകൾ തിരിച്ചറിഞ്ഞു. തരൂർ തന്നെ ആവണമെന്നില്ല. തരൂർ ഇനി കേരള മുഖ്യമന്ത്രികളെ ധരിച്ച് അങ്ങനെ ഇറങ്ങുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെയുള്ള ചില ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ അസന്തുഷ്ടരായ ആളുകൾ, അതെ, അതുപോലെയുള്ള മറ്റ് ആളുകളുണ്ടല്ലോ, ഇതുപോലെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയാൽ ശരിയാവില്ല, പിണറായി വിജയൻ ഇനി അജന്തരതാരം ഇവിടെ ഭരിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നുന്ന ആളുകൾ, അവരുടെ താല്പര്യപ്രകാരം ആയിരിക്കണം. ഇത്രയും ആളുകളെ ഒറ്റ അടിക്ക് കൂടെ നിർത്തണ്ടേ? അദ്ദേഹം സാധാരണഗതിയിൽ ഇപ്പോൾ പാണക്കാട്ട് ചെല്ലുന്നു, കുഞ്ഞാലിക്കുട്ടിയെ സ്വീകരിക്കുന്നു, തങ്ങൾ സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് പുള്ളി പെരുന്നേൽ വരുമ്പോൾ സാധാരണയിൽ അങ്ങോട്ട് കയറ്റ് പോലും ചെയ്യില്ല. ഇപ്പോൾ പെരുന്നേലിൽ ചെന്നാൽ നമ്മൾ അവിടെ ചെന്ന് ഇരിക്കണമെങ്കിൽ സുകുമാരൻ നായർ പറഞ്ഞാൽ എന്നാലേ ഇരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പുള്ളി വാതിലടച്ച് പോയിക്കളയും. അവിടെ ഒരു ബഹുമാന്യ സ്ഥാനത്ത് ഇദ്ദേഹത്തെ ഇരുത്തുന്നു. അതെങ്ങനെ സംഭവിച്ചു? അത് കഴിയുമ്പോൾ ക്ലിമിസ് കാതോലിക്ക ബാവ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. നമ്മുടെ തൃതീയൻ കാതോലിക്ക പുള്ളി സ്വീകരിക്കുന്നു. ഇപ്പോൾ പുത്തൻകുരിശി പോയാൽ അവിടെ സ്വീകരിക്കും. കണിച്ചുകുളങ്ങരയിൽ ചെല്ലാത്തതുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് ഒരു ഈർഷ്യ. ചെന്നാൽ അദ്ദേഹത്തിൻ്റെ ആ പരിഭവമൊക്കെ അലിഞ്ഞു പോകും. അപ്പോൾ ഈ സാമുദായിക ശക്തികളുടെ പിന്തുണ അത് മാത്രമല്ല, അതിനേക്കാളുപരി മറ്റു തരത്തിലുള്ള സ്വീകാര്യത പുള്ളിക്കുണ്ട്. അപ്പോൾ ഇതൊരു ഷോ ഓഫ് സ്ട്രെങ്ത്താണ്. ഈ ചെല്ലുന്ന സ്ഥലത്തൊക്കെ പുള്ളിക്ക് സ്വീകരണം കിട്ടും. AP സുന്നിയും EK സുന്നിയും അദ്ദേഹത്തെ സ്വീകരിക്കും. മുജാഹിദും ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കും. അങ്ങനെ ഒരു വലിയ മതത്തിനും സമുദായത്തിനും അതീതമായ ഒരു പിന്തുണ പുള്ളിക്ക് കിട്ടും എന്ന ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കുക. ഇത് ഞാനീ നേരത്തെ പറഞ്ഞ ശക്തികളുണ്ടല്ലോ, ഈ UDF തിരിച്ചു കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ആളുകൾ, അവർ കൃത്യമായിട്ടുള്ള മെസ്സേജ് ഈ ഘടകകക്ഷികൾക്ക് കൊടുത്തിട്ടുണ്ട്, സമുദായ ശക്തികൾക്കും സമുദായ സംഘടനകൾക്കും കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് ശശി തരൂർ വെറുതെ ഞാൻ ശശി തരൂരാണെന്നും പറഞ്ഞ് പെരുന്നേലേക്ക് എന്നാൽ പുള്ളി മൈൻഡ് ചെയ്യില്ല. മനസ്സിലായില്ലേ? ദേവലോകത്തിൽ എന്നാലും മൈൻഡ് ചെയ്യില്ല. ഒരുപാട് ആൾക്കാർ വരുന്നു പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണമുണ്ട്, പ്ലാൻ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തരൂർ മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഇപ്പോൾ പുള്ളിക്കാർക്കൊക്കെ ഇപ്പോൾ ഫീൽഡ് ചെയ്യണമെന്ന് വെച്ചാൽ 2026 ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും തരൂരെന്ന് പറഞ്ഞാൽ ഇവിടെ പിടിച്ചാൽ കിട്ടാത്തൊരു നിലയിലെത്തി. അത് അതിൽ കാര്യമില്ല. ഇവിടെ ഏതാ കോൺഗ്രസ് ഉള്ളത്? ഇവിടെ ഇല്ലാത്ത സാധനം കോൺഗ്രസ് ആണല്ലോ. അല്ല, അത് ഞാൻ പറയാം. അപ്പോൾ ഇത് തരൂർ എന്ന് പറഞ്ഞാൽ ഒരു അൺക്വസ്റ്റ്യനബിൾ ലീഡറായിട്ട് എമർജി ചെയ്ത് പോരണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം തന്നെ ഫീൽഡ് ചെയ്തേക്കുന്നത്. മനസ്സിലായി? കുറച്ച് കഴിയുമ്പോൾ തരൂർ ഗ്രൂപ്പ്, തരൂർ വിരുദ്ധ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 2 സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. A ഗ്രൂപ്പ്, I ഗ്രൂപ്പൊക്കെ പോകും. അതിൻ്റെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള ബാരിയേഴ്സൊക്കെ പോയിട്ട് തരൂരിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, തരൂരിനെ എതിർക്കുന്നവർ, തരൂരിനെ സപ്പോർട്ട് ചെയ്യാത്തവർ എന്ന രീതിയിൽ CPM-നകത്ത് വരും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആളുകൾ തരൂരിൻ്റെ അടുത്തേക്ക് തള്ളിക്കയറാനാകുമ്പോൾ കോൺഗ്രസ്സുകാരുള്ള മക്കൾ, പ്രവർത്തകരൊക്കെ പുള്ളിയുടെ ഭാഗത്തേക്ക് പോകും. ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ CPM-ൽ VS ഗ്രൂപ്പ്, പിണറായി ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കാലത്ത് VS-ന് കിട്ടിയ പോലത്തെ ഒരു സ്വീകാര്യത ജനങ്ങളുടെ ഇടയിൽ.
അഴിമതിക്കെതിരായ കുരിശുദ്ധത്തിൻ്റെ പടനായകൻ സഖാവ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നരേന്ദ്രമോദി വികസന നായകൻ എന്ന് പറഞ്ഞ പോലെ ഒരു സാധനമായിട്ട് ശശി തരൂർ കേരളത്തിൻ്റെ ഏകരക്ഷകൻ. ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണെന്നുള്ളതാണ് അതിൽ സങ്കടം. അവരൊക്കെ അപ്രസക്തരായി പോകുന്നു ഞാനിപ്പോൾ പ്രവചിച്ചാൽ ഈ പേപ്പർ വായിക്കുമ്പോൾ ഇവരൊക്കെ എനിക്ക് എതിരാളികളോ. അതങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ടുമില്ല, ഞാനതിന് ഉത്തരം പറഞ്ഞിട്ടുമില്ല. പക്ഷെ സംഭവിക്കാൻ പോണത് അത് തന്നെയാണ്. ഒരു സംശയം വേണ്ട. ഇവരൊക്കെ വളരെ ഈ സൂര്യൻ ഉദിച്ച് കഴിയുമ്പോൾ നക്ഷത്രങ്ങളൊക്കെ ആകാശത്ത് കാണാതായി പോകുന്ന പോലെ. കരുണാകരനൊന്നും അങ്ങനെ ആയിരുന്നില്ലോ, അതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സാധനം. അത് ഇപ്പോഴിപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വലിയ ആ ലെവലിലേക്ക് തരൂരിന് ഒരിക്കലും എത്താൻ പറ്റില്ല. തരൂർ ആ കാറ്റഗറിയിൽപ്പെട്ട ആളെയല്ല. കരുണാകരനും ഉമ്മൻചാണ്ടിയൊക്കെ വെച്ചാൽ വട്ട് കളിക്കുന്ന കാലത്ത് തൊട്ട് കോൺഗ്രസ് പ്രവർത്തകരായിട്ട് വന്ന് കോൺഗ്രസ്സിന് ഒരുപാട് ഫൈറ്റ് ചെയ്ത് ലീഡർഷിപ്പിൽ വന്നവരാണ്. അവർക്ക് ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്, പ്രവർത്തകരായിട്ട് ബന്ധമുണ്ട്, മാസ് ലീഡേഴ്സാണ്. തരൂരിന് അങ്ങനെ ആവാൻ പറ്റില്ല. ഇനിയുള്ള കാലത്ത് നമുക്ക് അങ്ങനത്തെ ലീഡേഴ്സിനെ പ്രതീക്ഷിക്കാനും പറ്റില്ല, കോൺഗ്രസ്സിൽ പ്രത്യേകിച്ചു. അതൊക്കെ വലിയ ചോദ്യമാണ്. ഇപ്പോൾ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി എപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആകാത്ത VS അച്യുതാനന്ദൻ എങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നുള്ള? അതെ, അല്ല അതൊക്കെ പുള്ളി അല്ല ആർത്തതില്ല. പ്രതിപക്ഷ നേതാവായിരുന്നു മുഖ്യമന്ത്രിയാണോ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പുള്ളി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. കാരണം ബിരുദന്മാരായിരുന്നല്ലോ മന്ത്രിസഭയിൽ കൂടുതൽ. അതുകൊണ്ട് കോൺഗ്രസ് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് കോൺഗ്രസ് നേരിടുന്ന യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ റാങ്ക് ആൻഡ് ഫയലിൽ വലിയ കൊഴിഞ്ഞുപോക്കുണ്ടായി. എസ്പെഷ്യലി അത് ശരിക്കും പറഞ്ഞാൽ കരുണാകരൻ വേറെ പാർട്ടി ഉണ്ടാക്കി പോയതാണ് ഇവർക്ക് പറ്റിയ ക്ഷീണം. ഈ 3% കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ 3%-ൽ 1% മലപ്പുറം ജില്ലയിലാണ്. 1% UDFന് കൂടുതൽ കിട്ടുന്നതിൽ 1%, ടോട്ടലിൻ്റെ 1% മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ ലീഗിൻ്റെ വലിയ കോട്ടകളിലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രയോജനമില്ല. കാരണം ഇവരുടെ ഭൂരിപക്ഷം 5000 വോട്ടിന് ജയിക്കേണ്ട സ്ഥലത്ത് ഇവർ 35,000 വോട്ടിന് ജയിക്കും. അതുകൊണ്ട് എന്താ വിശേഷമുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഓൾ ഓവർ കേരള കിട്ടണൊക്കെ വരായിട്ട് ഒരു ഏരിയയിൽ മാത്രമായി പോകും. അതുകൊണ്ട് ഗുണമില്ല. അപ്പോൾ പിന്നെ 2% ഉണ്ടായിരുന്നത്. ആ 2%-ൻ്റെ ഒരു അപ്പർ ഹാൻഡ് പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കരുണാകരൻ ഒരു സ്വന്തം പാർട്ടി ഉണ്ടാക്കി പോയപ്പോൾ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി. 2005-ൽ ആ പോയ ആളുകളൊന്നും കരുണാകരൻ തിരിച്ചു വന്നപ്പോൾ തിരിച്ചു വന്നില്ല. അവർ ആ വഴിക്ക് പോയി, പണി നിർത്തിപ്പോയി, രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോയി. മനസ്സിലായില്ലേ? അത് കോൺഗ്രസ്സിന് ഏൽപ്പിച്ച വലിയൊരു ക്ഷതമുണ്ട്. അതിൽ നിന്ന് ഇന്ന ദിവസം വരെ പാർട്ടിക്ക് കരകയറാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല പല ജില്ലകളിലും കോൺഗ്രസ് ആരും ജയിക്കുന്നില്ല. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു കോൺഗ്രസ്സുകാരൻ അസംബ്ലിക്ക് ജയിച്ചിട്ട് കൊല്ലം എത്ര ഇലക്ഷനായി? അങ്ങനെയാണ്. കാസർഗോഡ് ജില്ലയിൽ ജയിക്കുന്നില്ല, കൊല്ലം ജില്ലയിൽ ജയിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ CR മഹേഷും വിഷ്ണുനാഥും കൂടി 2 സീറ്റ് പിടിച്ചാണ്. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ തൃശ്ശൂർ ജില്ല സാക്ഷാൽ കരുണാകരൻ്റെ തട്ടകം വരുന്നില്ലേ, പത്തനംതിട്ട UDF കോട്ടയായിരുന്നു. എല്ലാം പോവുകയാണ്. കോട്ടയത്ത് ഈ തിരുവഞ്ചൂർ ഉമ്മൻചാണ്ടി ഉള്ളതുകൊണ്ട് ആ 2 സീറ്റ് കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വലിയൊരു പ്രശ്നത്തിലാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞ ഈ തരൂരിന് ജാതി മത സ്വീകാര്യത മാത്രമല്ല, പുള്ളിക്ക് ജനസാമാന്യത്തിൽ ഈ പറഞ്ഞ പോലെ മാസ് ലീഡർ അല്ലെങ്കിലും ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവും. മാസ് ലീഡർ എന്ന് വെച്ചാൽ ആളുകളെ ഇങ്ങനെ അങ്ങനത്തെ ഒരു നേതാവല്ല. പക്ഷേ സ്റ്റിൽ ശശി തരൂർ എന്ന് പറഞ്ഞാൽ അന്നാണ് അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുകൾ വിശ്വസിക്കുന്നത്. സംഭവ്യമാണ്. കാരണം രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഈ ഒരു സാധ്യതകളുടെ ഒരു കലയാണല്ലോ. തരൂരിനെ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ തോതിലൊരു സ്വീകാര്യത ഇടത്തരക്കാരുടെ കിട്ടും. എപ്പോഴും ഈ മിഡിൽ ക്ലാസ്സാണ് ഇതിൻ്റെ ബാലൻസ് ടിൽറ്റ് ചെയ്യുന്നത്. അതിന് LDF സർക്കാരിനോടുള്ള ഒരു വിപ്രതിപത്തി അവിടെ ശരിക്കും ഉണ്ട്. കാരണം 5 കൊല്ലം ഭരിച്ച സർക്കാരിനോട് തന്നെ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടാവുമല്ലോ. 10 കൊല്ലം ആകുമ്പോഴത്തേക്ക് അത് അതിൻ്റെ പരമകാട്ടയിലെത്തും. പിന്നെ വെൻ കമ്പയർഡ് ടു 1ാം പിണറായി സർക്കാർ 2ാം പിണറായി സർക്കാർ തീരെ ഇന്നെഫക്റ്റീവാണ്. മന്ത്രിമാരൊക്കെ എഫിഷ്യൻ്റാണ്. അവർക്ക് ആർക്കും തന്നെ ഒരു പഴയ G. സുധാകരൻ, തോമസ് ഐസക്ക് അല്ലെങ്കിൽ AK ബാലൻ ആ ലെവലിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? അത് ഇനി എത്താൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഇനിയുണ്ട് 3.5 കൊല്ലം. എന്നാലും ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് നോക്കിയിട്ട് നമുക്ക് തീരെ പ്രതീക്ഷ തോന്നുന്നില്ല. പിന്നെ എല്ലാ അധികാരങ്ങളും പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. പുള്ളിയുടെ ആരോഗ്യമാണെങ്കിൽ ക്ഷയിക്കും. എല്ലാത്തിലും വലിയ ലോ ആൻഡ് ഓർഡറിലുള്ള ഒരു വലിയ പ്രശ്നം പോലീസ്. ലോ ആൻഡ് ഓർഡർ പോലും അല്ല, പോലീസ്. ഇത്രയും മോശപ്പെട്ട ഒരു പോലീസ് സംവിധാനം ഉണ്ടായിട്ടില്ല. അതിൻ്റെ എല്ലാ കീ പോസ്റ്റിലിരിക്കുന്ന ഏറ്റവും കഴിവില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഏറ്റവും കറപ്റ്റായിട്ടുള്ള ആൾക്കാർ.
അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉണ്ടാവട്ടെ. CH മുഹമ്മദ് കോയ പറഞ്ഞിട്ട് തെങ്ങിൻ്റെ കൊലയും മനുഷ്യൻ്റെ തലയും സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ. അതുപോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്.